നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് കനകാംബരൻ പരിചിതനാണ്. RK എന്ന പേരിലാണ് പലരും അറിയുക അദ്ദേഹത്തെ. R കനകാംബരൻ എന്നുള്ളതാണ് ഈ RK. R എന്ന് പറഞ്ഞാൽ രാഘവൻ. അദ്ദേഹത്തിന് സ്വന്തം അച്ഛൻ്റെ സൃഷ്ടിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ചുമൊക്കെ ധാരാളം പറയാനുണ്ടാവും, നമുക്കറിയാം. പക്ഷേ എനിക്ക് കനകാംബരൻ ആദ്യം തുടങ്ങാൻ വേണ്ടി ചോദിക്കാനുള്ളത്, ഈ മാഷുടെ ഒരു സംഗീത നിർമ്മിതി, സംഗീത സംവിധാനം ചെയ്യുന്ന രീതി മറ്റ് കോഴിക്കോടൻ സംഗീതജ്ഞർ പലരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് ഹാർമോണിയവും തബലയൊക്കെ വായിച്ച്, ബാബുരാജൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാഘവൻ മാഷ് അങ്ങനെ ആയിരുന്നില്ല. വളരെ ഒരു ഏകാന്തമായ, അല്ലെ ഒരു ധ്യാനാത്മകമായ ഒരു രീതിയിലായിരുന്നു മാഷ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ കനകാംബരന് വല്ലതും പറയാനുണ്ടോ? അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ കൂടുതലും പറയാനുണ്ടാവുക എനിക്ക് തോന്നുന്നത് മുരളിക്കായിരിക്കും. കാരണം വേണമെങ്കിൽ ഒരു സഹയാത്രികൻ എന്ന് മുരളിയെ വിശേഷിപ്പിക്കാം. അച്ഛൻ്റെ സംഗീത യാത്രയിൽ വളരെ കാലം ഒരുമിച്ച് നടന്ന ഒരു വ്യക്തിയാണ്. അച്ഛന് പ്രിയപ്പെട്ട ഒരു പാട്ടുകാരനും ശിഷ്യനുമാണ്. എന്നാൽ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടോ, സംഗീതം പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മുരളിയെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ മുരളി സ്വന്തമായിട്ട് എൻ്റെ ഗുരുവാണെന്ന് പ്രഖ്യാപിച്ചു. അതാണ്ടായത്. കാരണം എല്ലാ അർത്ഥത്തിലും മുരളി അച്ഛനോടൊപ്പമായിരുന്നു. അപ്പോൾ ആ ഞാനടക്കമുള്ള അച്ഛൻ്റെ 5 മക്കളിൽ ഒരാളുടെ പേര് മുരളി എന്നാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലർ വിചാരിക്കും അച്ഛൻ്റെ മകനാണ് ഈ മുരളി, വീട്ടി മുരളി എന്ന് വിചാരിക്കുന്ന പലരുമുണ്ട്. കണ്ടാലും ഏതാണ്ട് തോന്നുന്നു. കണ്ടാലും നിറം കൊണ്ടും ഒന്ന് കുറച്ച് മുന്നോട്ട് വന്ന മക്കളെ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നാലേ നമുക്കൊരു അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ പറയട്ടെ, നമുക്ക് ഇവിടുന്ന് വർത്തമാനം പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരൂ, ഇവിടെ വരൂല. ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരാം കേട്ടോ. എന്തിനാ ഇപ്പോൾ പുറകിൽ പോയിരിക്കുന്നത്? നമുക്ക് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ട് വർത്തമാനം പറയാമല്ലോ, അതല്ലേ രസത വരുന്നു ഉണ്ടോ? നമുക്ക് അച്ഛൻ്റെ 5 മക്കൾ പറഞ്ഞു. ഓരോരുത്തരുടെ പേര് ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും, ചിലർക്കൊക്കെ അച്ഛൻ്റെ ഒരു മധുരമീ ജീവിതം എന്നൊരു പുസ്തകം, അച്ഛനെക്കുറിച്ചുള്ള പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, DC ഇറക്കിയിട്ടുണ്ട്. അതിന് മുൻപ് അത് മാതൃഭൂമി ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനുശേഷമാണ് DC അത് പുസ്തകമായിട്ട് വന്നത്. അതൊക്കെ വായിച്ചവർക്ക് പലർക്കും അറിയാമായിരിക്കാം. എന്നാലും ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. മൂത്ത ആൾ വീണാധരി, പിന്നെ മുരളീധരൻ, ഞാൻ കനകാംബരൻ, എൻ്റെ താഴെ 2 സഹോദരിമാർ ചിത്രാംബരി, വാഗീശ്വരി, 5 പേരാണ്. ഞങ്ങളുടെയൊക്കെ മുതിർന്ന നേരത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടിട്ടില്ല, ഒരു വയസ്സായപ്പോഴും മരിച്ചുപോയി എന്ന് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഉപശ്ലോകൻ എന്നായിരുന്നു പേര്, മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ പ്രത്യേകതയുള്ള പേരുകളാണ്. ഒരു കോമൺ ആയിട്ടുള്ള എല്ലാവരും കേട്ടിട്ടുള്ളൊരു പേര് മുരളീധരനാണ്. അപ്പം ഞങ്ങൾ തന്നെ പലപ്പോഴും ഇതുപോലെ പല വേദികളിലും പങ്കെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. അമ്മയുടെ പേര് യശോദ. അമ്മ പറഞ്ഞോട്ടെ, അച്ഛനും അമ്മയും ചിലപ്പോൾ പിണങ്ങുന്ന സമയത്ത് അമ്മ പറയും, ഞങ്ങളോട് പറയും, അച്ഛൻ കേൾക്കേ, ഈ അച്ഛൻ പഠിക്കുന്ന കാലത്ത് ഞാനും വേറെ ക്ലാസിക്കലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, നാരായണ മാഷ സ്കൂളിൽ ഞാനും സംഗീതം പഠിച്ചിട്ടുണ്ട് എന്ന് പറയും. അമ്മ അവരുടെ വിവാഹം നടക്കുന്നത് കറാച്ചിയിൽ വെച്ചിട്ടായിരുന്നു. വിഭജനത്തിന് മുൻപാണ്. അന്ന് അമ്മയ്ക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു, മിലിറ്ററിയിൽ ജോലി ഉണ്ടായിരുന്നു. പലർക്കും അറിയാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അമ്മ കുറച്ച് എഴുതുമായിരുന്നു. ഭാസ്കരൻ മാഷിൻ്റെ വിവാഹത്തിനൊരു വിവാഹമംഗളം അമ്മ സമർപ്പിച്ചത് പിന്നീട് പിൽക്കാലത്ത് ശരിയോ തെറ്റോ എന്നൊരു പുസ്തകത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. മുരളി കണ്ടിട്ടുണ്ടാവും അത്. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ട്, ഏതാനും വരികൾ എന്ന് പറഞ്ഞിട്ട് ശരിയോ തെറ്റോ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അവിടെ മിലിറ്ററിയിൽ ജോലിയുള്ളപ്പോഴാണ് അച്ഛൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്നു. അവിടെ നിന്നാണ് അമ്മയുടെ ഒരു സഹോദരൻ, സർക്കസിൽ കളിച്ചുകൊണ്ടിരുന്ന സഹോദരൻ, പല നാടുകളിലും വന്ന് കളിച്ചിട്ട് ഡൽഹിയിൽ വന്നു. അച്ഛനെ കണ്ടു. അത് നാട്ടുകാരനാണല്ലോ.
നാട്ടുകാരി വേറെ സ്ഥലത്ത് കണ്ടു, മിലിറ്ററിയിലുള്ള യശോദയെ കണ്ടു. അത് നാട്ടിൽ പോയിട്ട് പറഞ്ഞു, ഈ വിവാഹം നടത്തിക്കൂടെ, ഞങ്ങൾ രണ്ടുപേരെയും കണ്ടു, കാണാനിടയായി, ഈ വിവാഹം കൊള്ളാം, നടത്താമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വിവാഹം കറാച്ചിയിൽ വെച്ച് നടക്കുന്നത്. വാഖൈ എന്ന സ്ഥാപനത്തിൽ സ്റ്റെനോഗ്രാഫറായിരുന്നു അമ്മ. വിമൻ ഓക്സിലറി കോർ ഇന്ത്യ അതായിരുന്നു ആ മിലിറ്ററി സ്ഥാപനത്തിൻ്റെ പേര്. സ്ത്രീകൾ മാത്രമുള്ളതായിരുന്നു. അതാണ് പശ്ചാത്തലം. സംഗീതം എന്ന് പറഞ്ഞാൽ മുരളി ചോദിച്ചതിനൊരു മറുപടിയായിട്ട് പറഞ്ഞാൽ, അച്ഛൻ വീട്ടിലിരുന്ന് പാടുന്നത് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. അതൊരു പ്രത്യേകതയാണ്. നമ്മൾ സാധാരണ സംഗീതജ്ഞന്മാരൊക്കെ എപ്പോഴും മൂളിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചവരാണെങ്കിൽ ഏതെങ്കിലും പാട്ട് എപ്പോഴെങ്കിലുമൊക്കെ മൂളിക്കും. നമ്മൾ തന്നെ എപ്പോഴും മൂളിക്കൊണ്ടിരിക്കുമല്ലോ. അച്ഛൻ പാട്ട് സംഗീതം കമ്പോസ് ചെയ്യുന്ന സമയത്തല്ലാതെ അച്ഛൻ പാടിയിട്ട് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. മറ്റാരും തന്നെ കേട്ടിട്ടുണ്ടാവുകയില്ല. ഞാനും കേട്ടിട്ടില്ല. ഇല്ലേ? അപ്പോൾ പല പാട്ടുകളും സംഗീതം കമ്പോസ് ചെയ്തതിന് ശേഷം ഒന്ന് പാടി അമ്മയെ അല്ലെങ്കിൽ ഞങ്ങളെ കേൾപ്പിക്കും. എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ ചിലപ്പോൾ പറയും, ഇത് മറ്റേ ഉണ്ണിയാർച്ചയിലെ പാട്ടിൻ്റെ മാതിരി ഉണ്ടല്ലോ, ഒന്ന് മാറ്റാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. വളരെ ചുരുക്കം മാത്രമേ അച്ഛൻ വീട്ടിൽ നിന്ന് കമ്പോസ് ചെയ്തിട്ടുള്ളൂ. അക്കാലത്തൊക്കെ മദ്രാസിൽ, ഇപ്പോൾ ചെന്നൈ എന്ന് നമ്മൾ വിളിക്കുന്ന മദിരാശിയിൽ വെച്ചിട്ടായിരുന്നു അന്നൊക്കെ സംഗീതമൊക്കെ കമ്പോസ് ചെയ്തിരുന്നത്. ഒരു മാസമൊക്കെയാണ് എടുക്കുക. ഒരു മാസമൊക്കെ പോയി സംഗീതം നിർവഹിച്ചിട്ടാണ് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് തിരിച്ചു വരിക. അപ്പോൾ അമ്മ പറയും, ആളെ മാറിപ്പോയി, ഇങ്ങനെ ആയിരുന്നല്ലോ പോകുമ്പോൾ. കാരണം പ്രൊഡ്യൂസർമാരുടെ കാശല്ലേ. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചൊരു മാസമൊക്കെ താമസിച്ചിട്ട് ആരോഗ്യമൊക്കെ നന്നാക്കിയിട്ട് പറയാം. പിണങ്ങുന്ന സമയത്ത് അച്ഛൻ നല്ല എൻ്റെ നിറവാണ്, അമ്മ നല്ല വെളുത്തിട്ടാണ്. പിണങ്ങുമ്പോഴൊക്കെ അമ്മ ഞങ്ങളോട് പറയും, എങ്ങനെ ഉണ്ടായിരുന്ന ആളാണെന്നറിയോ, ചട്ടിയുടെ പുറം പോലെ ഉണ്ടായിരുന്ന ഇല്ലേ. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ എത്രയും വെളുത്തു പോയത്. എൻ്റെ ഭാര്യയും പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഭാര്യ അങ്ങനെ പറയാറുണ്ട്. നമുക്ക് പല അങ്ങനെയാണല്ലോ, ദേഷ്യം പിടിക്കുന്ന സമയത്തും പിണങ്ങുന്ന സമയത്തൊക്കെ ചില കാര്യങ്ങൾ പറയും. നിൻ്റെ അച്ഛൻ ആകാശവാണിയിൽ ജോലി ചെയ്യുമ്പോൾ അന്ന് അച്ഛന് 35 രൂപ ശമ്പളം തുടക്കത്തിൽ. അന്ന് ഞാൻ 55 രൂപ ശമ്പളം വാങ്ങിക്കുന്നത് മിലിറ്ററിയിൽ. ഈ അച്ഛനെ കല്യാണം, നിൻ്റെ അച്ഛനെ കല്യാണം കഴിച്ചതിന് ശേഷം ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ എന്ത് സൗന്ദര്യമായിരുന്നു എന്നറിയാം എനിക്ക്. എത്ര പേര് ആ ശിരസ്താർ ദാമോദരനൊക്കെ പിന്നാലെ നടന്നിട്ട് നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അന്നൊന്നും സമ്മതിച്ചില്ല. അവസാനം ഇതിൻ്റെ പിടിയിലാണ് ഞാൻ വിട്ടുപോയതെന്ന് പറയും. അപ്പോൾ അതാണ് കഥ. അപ്പോൾ അങ്ങനെ മാഷ് ഒരു മിനിറ്റ് പറയും. മുരളിക്ക് ഒരുപാട് പറയാനുണ്ടാവും. മുരളിയും അച്ഛനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ വാചാലനാകും. സംഗീതത്തെ പറ്റി കീറി മുറിച്ച് അച്ഛൻ്റെ കോമ്പോസിഷൻസിനെ പറ്റിയിട്ട് ഇത്രയും ആധികാരികമായി സംസാരിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഇനി ഉണ്ടാവില്ല, ഉറപ്പാണ്. ഏത് കാര്യം, ഏത് സംഗീതത്തിൻ്റെ കാര്യം, പാട്ടിൻ്റെ കാര്യത്തിൽ. രാഘവ മാഷ് പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ലാം നൊട്ടേഷൻ എഴുതും. നൊട്ടേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി സംസാരമേ ഇല്ല. അങ്ങനെ ഒരു കാര്യത്തിനാണ് ഞാനിവിടെ വന്നത് എന്നുള്ള ഒരു സംസാരമേ ഉണ്ടാവില്ല. പിന്നെ നേരെ സ്റ്റുഡിയോയിലാണ് നമുക്കത് കേൾക്കാൻ കഴിയുക. ഒരു പാടി നോക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. എല്ലാം നൊട്ടേഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ മറ്റേ ആർക്കാണ് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ, കനകാമരൻ പറഞ്ഞാൽ കറക്റ്റാണ്. വീട്ടിലെന്നല്ല, ഞാൻ കൂടെ 10-30 കൊല്ലക്കാലം കൂടെ പെട്ടിയെടുത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഞാനും കേട്ടിട്ടില്ല പാടുന്നത്. പിന്നെ ഇടയ്ക്കൊരു മൂളും എന്നല്ലാതെ അങ്ങനെ ഒരു പാട്ടായിട്ട് കേട്ടിട്ടേ ഇല്ല. ചില ജനറലായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊക്കെ സ്വായത്തമാക്കാൻ പറ്റുന്ന ചില ശീലങ്ങൾ, ഞാൻ അച്ഛനിൽ നിന്ന് ഒരുപാട് അങ്ങനെയുള്ള ശീലങ്ങളും ചില ചിട്ടകളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കില്ലാത്തതും പലപ്പോഴും അതാണ് എന്ന് ഞാൻ പലപ്പോഴും പല സ്ഥലത്തും സംസാരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്. സമയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ബോധവുമില്ല. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത്. എനിക്ക് തന്ന സമയം 12:10. ഞാൻ 12:05 ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 10:30 പുറപ്പെട്ടു. അത് അച്ഛൻ ശീലിപ്പിച്ചതാണ്. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് നേരത്തിന് എത്തണം, 10 മിനിറ്റ് നേരത്തെ എത്തണം. പിന്നെ വേഷവിധാനം, വൃത്തിയായിട്ട് നടക്കുക, ചിട്ടയോടുകൂടിയിട്ട് ജീവിതശൈലി, ചില ശീലങ്ങൾ. കാരണം അച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത് വലിയ വിദ്യാഭ്യാസമുള്ള കുടുംബമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചിട്ടയും ശീലങ്ങളൊക്കെ അച്ഛൻ സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്തതാണ് അച്ഛൻ പറയാറുണ്ട്. സമയത്തിൻ്റെ കാര്യത്തിലും വൃത്തിയുടെ കാര്യത്തിലും ഭാഷയുടെ കാര്യത്തിലും അച്ഛന് വടക്കനാണ്. പക്ഷേ അച്ഛന് മോശമായിട്ടുള്ള വാക്കുകൾ, ഭാഷ വികലമായിട്ട് സംസാരിക്കുന്നത് ഞാനൊന്നും കേട്ടിട്ടില്ല. ഒരു പാട്ടിൽ മാത്രം അത് വടക്കനായതുകൊണ്ട് പാടിയിട്ടുണ്ട്. കായലരികത്ത് എന്ന് പാടിയപ്പോൾ
അത് പാടാം. ചേറിൽ നിന്ന് വളർന്ന് പൊന്തിയ ഊറി നിന്നുടെ കൈയിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ എന്നാ പാടിയത്. നമ്മൾ തിന്നുവാൻ എന്ന് പാടും. കോഴിക്കോട്ടെത്തിയപ്പോൾ ഞാനും തിന്നുവാൻ എന്ന് പാടാൻ തുടങ്ങി. പണ്ട് ഞാനും വടക്കനായിരുന്നു, നമ്മുടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. കോഴിക്കോട് ആകാശവാണിയിൽ എത്തിയ പാട്ടൊന്ന് ഫുള്ളായി പാടാം. ശ്രുതി വേണോ? വേണ്ട. കായലരികത്ത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ മതി. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കണ്ണിനാലെൻ്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം കൽബിലെറിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കയറ് പൊട്ടിയ പമ്പരം. ചേറിൽ നിന്ന് വളർന്ന് പൊന്തിയ ഊറി നിന്നുടെ കൈയിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടെൻ നെഞ്ചിലായി. വമ്പഴും നിന്റെ പുരിക കൊടിയുടെ അമ്പ് കൊണ്ടു ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. കുടവുമായി പുഴക്കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിലി എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതിക്കളി. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. ഇത് അതേ പിച്ചിൽ അച്ഛൻ മരിക്കുന്നതുവരെ പാടുന്നത്. ഇതിൽ ഏറ്റവും വലിയ രസം വെച്ചാൽ കനകാംബരൻ സാധാരണ സിനിമയിൽ വരെ പാടിയിട്ടുണ്ട്. കനകാംബരൻ രാഘവ മാസ്റ്റർ ഈണത്തിൽ സിനിമയിൽ എസ് ജാനകിയോടൊപ്പം പാടിയിട്ടുണ്ട്. അടി എന്നടി രാജമ്മ എന്നിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതൊക്കെ മാറ്റി വയ്ക്കാം. പക്ഷേ കനകാംബരൻ എപ്പോൾ പാടിയാലും ഈ കായലരികത്ത് പാടിയാൽ രാഘവ മാസ്റ്റർ തന്നെയാണോ പാടുന്നതെന്ന് തോന്നും. അത്ര സാമ്യമാണ് ശബ്ദം തമ്മിൽ. നേരത്തെ ആരോ ഇവിടെ നിന്ന് പറഞ്ഞു, KC നാരായണൻ പറഞ്ഞു, പിന്നെ ഇങ്ങനെ അച്ഛനെ പോലെ തന്നെ ഉണ്ട് കണ്ടാലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശബ്ദവും അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് സാമ്യമാണ് ഈ പാടുമ്പോൾ. ഈ മാപ്പിളപ്പാട്ട് ഇതിലേക്ക് വന്നുകൊണ്ട് ഞാൻ പറയാം, ഈ മാപ്പിളപ്പാട്ടിനെ മുഖ്യധാരയിൽ എത്തിക്കുന്നത് രാഘവ മാഷ് ഈ പി ഭാസ്കരനും കൂടിയിട്ട് നീലക്കുയിലൂടെയാണെന്ന് കാരശ്ശേരി മാഷൊക്കെ പറയാറുണ്ട്. അതായത് അതിന് മുമ്പുണ്ട് പാട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു കോമൺ ആയിട്ട് കേരള അടിസ്ഥാനത്തിൽ മലയാളികളെല്ലാം ചൊല്ലുന്ന ഭാസ്കരൻ മാഷെ പറ്റി അതിനെപ്പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം ഭാസ്കരൻ മാഷ് ഒരു ദിവസം ഏതൊരു വലിയ ഡൽഹിയിലുള്ള ഏതൊരു വലിയൊരു ഉദ്യോഗസ്ഥൻ, പേര് ഞാൻ മറന്നു, MKK നായരോ മറ്റോ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണാൻ ചെന്നപ്പോൾ MKK നായർ കുളിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കായലരികത്തുള്ള പാട്ടും പാടിക്കൊണ്ടാണെന്ന് പറഞ്ഞു. അതുപോലെ വയനാട്ടിലൊരു ചുരത്തിൽ ഇറങ്ങി ലോറിയിൽ കയറിയിട്ടാണ് വരുന്നത്. അപ്പം പി ഭാസ്കരനാണെന്ന് അറിയില്ല, ലോറി ഡ്രൈവർക്കൊന്നും അറിയില്ലല്ലോ. ഇവരെന്ത് പി ഭാസ്കരൻ, അവർക്ക് ഇന്നത്തെ പോലെ ദൃശ്യമാധ്യമങ്ങളൊന്നുള്ള കാലമല്ലല്ലോ. അപ്പോൾ അയാൾ ഈ ഉറക്കം ഒഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യുന്നത് മുഴുവനും കായലരികത്തുള്ള പാട്ട് പാടിക്കൊണ്ടാണ്. പിന്നെ വണ്ടി ഇറങ്ങിയ ശേഷമാണ് ഇത് ഞാൻ എഴുതിയതാണെന്ന് പറഞ്ഞതെന്ന് ഒരു കഥ വേറെയുണ്ട്. അപ്പോൾ അത് അത്ര പോപ്പുലറായി ആ പാട്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞു വന്നതല്ല. ഈ മാപ്പിള കലകളോട് തലശ്ശേരിക്കാരനായതുകൊണ്ട് മാഷ് എപ്പോഴും പറയാറുണ്ട്, ഈ വലിയ മുസ്ലിം തറവാടുകളിൽ അക്കാലത്തെ പിന്നെ ഇവരുടെ ഖവാലി സംഗീതം അതൊക്കെ വരും. അതൊക്കെ പുറത്തു പോയിരുന്നിട്ട് ക്ഷണിക്കപ്പെടാത്ത കല്യാണം ആയതുകൊണ്ട് പുറത്തു പോയിരുന്നിട്ട് കേൾക്കുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാപ്പിള കലകളോടും മാപ്പിളപ്പാട്ടിനോടും ഒക്കെ വലിയ ബഹുമാനമായിരുന്നു അദ്ദേഹത്തിന്. ഇത്രയും വലിയ ക്ലാസിക്കൽ മ്യൂസീഷ്യനായിട്ട് സാധാരണ അവഗണിച്ചെളിയാണ് പതിവ്. മാപ്പിള പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു അധമമായ ഒരു കാര്യമായിട്ട് മാഷ് പറയും അത് വളരെ ശ്രദ്ധിക്കേണ്ട. ഞാൻ തന്നെ മാപ്പിളപ്പാട്ടിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെയാണ്. മാപ്പിളപ്പാട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, അതിലെ സംഗീതം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അദ്ദേഹം പറയുകയായിരുന്നു. അതാണ് ഈ ഭാസ്കരൻ മാഷ് എഴുതിയാൽ സംഗീതം തനിയെ വരും എന്ന് അച്ഛൻ പറയാറുണ്ട്. ഈ കായലരികത്ത് തന്നെ ഇത്രയും ലളിതമായിട്ട് ജനപ്രിയമായിട്ടൊരു പാട്ട് ആർക്ക് എഴുതാൻ പറ്റും? അതും വടക്കനല്ലാത്തൊരു കവിയാണ് എഴുതുന്നത്. അച്ഛൻ പറയാറുണ്ട് പല വാക്കുകളും ചേർത്ത് വെക്കുന്നതൊരു ഭംഗിയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാഷയെന്നാണ് വിളിക്കുക. ആകാശവാണി കോഴിക്കോട് നിലയം തുടങ്ങിയ കാലത്ത് രണ്ടുപേരും അവിടെ ജോലി ഉണ്ടായിരുന്നു.
അപ്പോൾ ഭാസ്കരൻ രാഘവനെ രാഘവ എന്ന് വിളിക്കും, രാഘവൻ ഭാസ്കര എന്ന് വിളിക്കും. അങ്ങനെ വിളിച്ച് ലളിതഗാനങ്ങളുടെ ലളിതഗാന ശാഖ തുടങ്ങി. ഭാസ്കരൻ മാഷ് എഴുതി, രാഘവൻ മാഷ് പാട്ടുകൾ സംഗീതം നൽകി, ലളിതഗാനങ്ങൾ ഒരുപാട് അവിടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു. ആദ്യമായിട്ട് ഭാസ്കരൻ മാഷാണ് രാഘവനെ രാഘവൻ മാഷെ എന്ന് വിളിച്ചത്. ഉടനെ രാഘവൻ ഭാസ്കരൻ മാഷെ എന്ന് വിളിച്ചു. അങ്ങനെ 2 മാഷുമാർ ഉദയം കൊണ്ടു. എനിക്ക് തോന്നുന്നത് പിന്നെ കുറേ മാഷന്മാർ വന്നു, കുറേ മാഷന്മാരുണ്ടായി. പിന്നെ വരുന്നവരൊക്കെ മാഷന്മാരായി. പിന്നെ സംഗീത സംവിധായകനാണെങ്കിലും ദേവരാജ മാഷും അർജുനൻ മാഷും. അപ്പം നമുക്ക് റെസ്പെക്റ്റോടുകൂടി ആകാശവാണി തന്നെ തിക്കോടിയ മാഷ്, ഒരുപാട് പേര്. ആ കാലത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ആകാശവാണി ഉണ്ടായിരുന്നു. അച്ഛൻ പറയാറുണ്ട്, എൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നതാണ്, ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇത്രയും ആളുകളിലൂടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഭാസ്കരൻ മാഷം അവിടെ നിന്നാണ് നീലക്കുയിലേക്കൊക്കെ വന്നത്. അപ്പോൾ ആ അച്ഛൻ ഉറൂബ്, അക്കിത്തം, പത്മനാഭൻ നായർ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കക്കാട്, എല്ലാം കക്കാട്, VS നമ്പീശൻ തുടങ്ങി ഒരുപാട് ആളുകൾ. ശരിക്കും സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബ ക്ഷേത്രം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിൻ്റെ അനുബന്ധമായിട്ടൊരു കഥ ഞാൻ പറയാം. ഈ പാട്ടിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു പിന്നാമ്പുറ കഥയുണ്ട്. അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ പോയൊരു കഥയുണ്ട്. മുരളി അറിയാം. ഒരു തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയി അച്ഛൻ. ഒരു ജോലിയില്ലാതെ മദ്രാസിൽ തിരിഞ്ഞ് നടക്കുമ്പോൾ അച്ഛന് തോന്നി ഒരു സിനിമയിൽ അഭിനയിക്കണം, നോക്കാം ചാൻസ് കിട്ടുമോ നോക്കാം. അങ്ങനെ അച്ഛൻ അവിടെ ഒരു സ്റ്റുഡിയോയിൽ ചെന്ന് തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഏതോ ഒരാൾ ഡയറക്ടറെ കാണിച്ചു കൊടുത്തു. ഇയാളാണ്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഡയറക്ടറെ കണ്ടു. നീ സിനിമയിൽ ചാൻസ് വേണം എന്ന് പറഞ്ഞു. ചാൻസ് ഒന്നുമില്ല, പോ സ്ഥലം വിടുമെന്ന് പറഞ്ഞു. അച്ഛൻ പോയി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ആളെ എങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞു. തമിഴിലാണ് പറഞ്ഞു. എനിക്ക് തമിഴ് അറിയാത്തതുകൊണ്ട് മുരളിക്കറിയോ? ഇല്ല, എനിക്കറിയില്ല. വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ വാങ്ങോ കൂപ്പിടുന്നു. അപ്പോൾ നല്ല ശരീരം അച്ഛൻ്റെ, കണ്ടവർക്കൊക്കെ അറിയാം. പഴയ കളരിയാണ്, കളരി അഭ്യാസിയാണ്, ഫുട്ബോൾ പ്ലെയറാണ്, നല്ല ശരീരം. അപ്പോൾ തിരിച്ച് വിളിക്കുമെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു, ഒരു റോഡുണ്ട്, നാളെ വരണം. അപ്പോൾ എന്താ റോഡ്? ഡയലോഗ്സ് ഒന്നുമില്ല, നീ വന്നാൽ നിന്നെ വേഷം കെട്ടിക്കും. വേഷം കെട്ടിച്ചിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞാൽ ഓടണം. ഓടിയില്ല, കാണുന്ന മരത്തിൻ്റെ മുകളിലേക്ക് കയറണം. പിന്നാലെ ആളുകൾ വരും, നിന്നെ അടിക്കും. നീ പിടി കൊടുക്കരുത്. പിടി കൊടുക്കാതെ കയറിക്കൊള്ളണം. പറ്റുമെന്ന് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, ഒന്ന് കയറി നോക്കിക്കോട്ടേന്ന് ചോദിച്ചു. ശരി. അങ്ങനെ മരത്തിൻ്റെ മുകളിലേക്ക് കയറി നോക്കി, നാളെ വരാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വന്നു. അച്ഛൻ്റെ വേഷമൊക്കെ മാറ്റി ഒരു പൂണൂലും കുടുമയൊക്കെ കിട്ടിയോളൂ. എന്തൊക്കെ പപ്പടമൊക്കെ ഒട്ടിച്ച് ആക്കി ഒരു പുറകിലൊരു കുടുമ, ചെറിയ മുടി ഒക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് എല്ലാം ക്യാമറ എല്ലാം റെഡി, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഓടിക്കുമെന്ന് പറഞ്ഞ് അച്ഛനെ ഓടിയപ്പോൾ അച്ഛനേക്കാൾ സ്പീഡിൽ പുറകെ 2-3 വന്നു അടിച്ച് നിലമ്പരി ചായിക്കളഞ്ഞു അച്ഛനെ. കയറാൻ പറ്റിയില്ല. അച്ഛൻ വിചാരിക്കും ഞാൻ എന്തോരം അടിയാണ് അടിച്ചതെന്ന്. തിരിച്ചടിക്കാൻ പറ്റൂലല്ലോ, തിരിച്ചടിക്കാൻ പറ്റില്ല, ഇത് ഷൂട്ടിംഗ് അല്ലേ. അവരെ ഉദ്ദേശിച്ചത് തന്നെയാണ്, മരത്തിലൊന്നും കയറണ്ട. മരത്തിൽ കയറുന്നതിന് മുമ്പേ അടിച്ചവെള്ളം ഇവരെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടുകൂടി സിനിമ അഭിനയം നിർത്തി. ഇത് അച്ഛൻ വിചാരിച്ചെന്താ അറിയാം, അച്ഛൻ ചെറുപ്പമാണ്. സിനിമയിൽ പോയാൽ ചിലപ്പോൾ അടി കിട്ടും, ചിലപ്പം മുങ്ങേണ്ടി വരും, വെള്ളത്തിൽ മുക്കും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. വേണ്ട, ഇതെനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു കഥയുണ്ട്, ജീവൻ രക്ഷിക്കാതെ. അതെ അതെ, കഥകളുണ്ട്. അപ്പോൾ മുരളിയെ പറ്റിയിട്ട് അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛൻ്റെ ചില സ്റ്റൈല്, ചില സംഗതികളൊക്കെ മുരളിയുടെ തൊണ്ടയിൽ വരും എന്ന് പറയാറുണ്ട്. അത് എനിക്ക് വരില്ല. അതുകൊണ്ടാണ് അച്ഛൻ എന്നെ പിന്നീട് പാടിക്കാതിരുന്നത്. എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ സാമർഥ്യവും ഇല്ല, സാധകവും ചെയ്യില്ല. ആരെ പഠിപ്പിക്കുമ്പോഴും അച്ഛൻ ആദ്യം പറയും, സാധകം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ജോലിക്ക് നിൽക്കാവൂ. നീ പ്രാക്ടീസ് ചെയ്യുമോ, എന്നാലേ നിന്നെ പഠിപ്പിക്കുള്ളൂ എന്ന് പറയും. എന്നെ ഒരു 3 വർഷം പഠിപ്പിച്ചു. ഞാൻ സാധകം ചെയ്യില്ല. അന്ന് എനിക്ക് പാട്ട് പാടാൻ ഒരു ആഗ്രഹവുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മയുടെ നിർബന്ധം കൊണ്ട് ഒരു സിനിമയിൽ പാടിപ്പിച്ചു. അന്ന് അച്ഛൻ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് ഭയപ്പാടോടുകൂടിയാണ് പാടിയത്, ജാനകിയോടൊപ്പം. അടുത്ത പടത്തിലൊന്ന് പാടി അച്ഛന് തോന്നി ഇത് ശരിയാവില്ല. അപ്പോഴേ അച്ഛന് തോന്നി തുടങ്ങിയിട്ടുണ്ട്, ഇവൻ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് അടുത്ത പടത്തിലും ഒരു ചെറിയൊരു ലീഡിങ് വോയിസ് മാത്രം തന്നു. അതോടെ അച്ഛൻ ആ പുസ്തകം പൂട്ടി വെച്ചു. പിന്നീട് പാടിപ്പിച്ചത് മുഴുവനും മുരളിയെ കൊണ്ടാണ്. അപ്പോഴൊക്കെ അമ്മ പറയും, ഒരു മകൻ നിങ്ങൾക്ക് ഇല്ലേ, ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന, കോളേജിലൊക്കെ പാടുന്നുണ്ടല്ലോ, അത് ശരിയാവില്ല, മുരളി പാടട്ടെ, അവൻ ഇനിയും പഠിക്കാൻ. പാട്ടൊന്ന് പാടാമോ കുറച്ച്? എന്നടി രാജമ്മ ഒരു അതെനിക്ക് അറിഞ്ഞൂടാ.
അടിയന്നതിരാജമ്മേ. നീ പറഞ്ഞതെന്തായി? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിന്റെ മനസ്സിലുണ്ടല്ലോ. പഴയ പാട്ടാണ്, ഓർക്കുന്നില്ല. വളരെ പേടിച്ചിട്ടാണെന്നൊക്കെ ഞാൻ പാടുന്നത്. ജാനകി അമ്മ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നന്നായി പാടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനതൊന്നും കേട്ട ഭാവമല്ല, അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പേടിച്ച് വിറച്ചോണ്ടാ പാടിയത്. അത് പാട്ട് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. അല്ല, അത് വേറെ കാര്യമുണ്ട്. ഇന്നത്തെ പോലെ ട്രാക്ക് എടുക്കലോ അല്ലെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യാനൊന്നും പറ്റില്ല. നേരെ ഡയറക്റ്റ് അല്ലേ? ഡയറക്റ്റ് ആകുമ്പോൾ നമ്മള് എടുക്കാനും പറ്റില്ലല്ലോ. ഈ പേടിയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതെ അതെ, ധാരാളം നാടകത്തിലൊക്കെ മുരളിയെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് എന്നെ വിളിക്കുന്നില്ലല്ലോ ഞാൻ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പാടാൻ പറ്റാത്ത ഒരാൾ എങ്ങനെ വിളിക്കും? അച്ഛനൊരു കാര്യമുണ്ട്, മകനാണെന്ന് വെച്ചിട്ട് അങ്ങനെ കൈ പിടിച്ച് കയറ്റുന്ന സ്വഭാവക്കാരനല്ല. ഒരു സ്ഥലത്തും റെക്കമെൻഡേഷൻ ആ ഏർപ്പാടേ ഇല്ല അച്ഛന്. മക്കൾക്ക് വേണ്ടി ചെയ്യില്ല, വേറെ ആർക്ക് വേണ്ടിയും ചെയ്യും. ഒരു സ്ഥലത്തും റെക്കമെൻഡ് ചെയ്യില്ല. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ശബ്ദങ്ങൾ ഉപയോഗിച്ചത് മറ്റു പലരും വളരെ പ്രശസ്തന്മാരെ മാത്രം ഇതാക്കിയപ്പോൾ എൻ്റെ കാര്യം ഇരിക്കട്ടെ, എൻ്റെ ഇതെല്ലാം ഞാൻ പറയുന്നത്, ബ്രഹ്മാനന്ദൻ, KP ഉദയഭാനു തുടങ്ങിയ ആളുകളെയൊക്കെ സിനിമയിലേക്ക് പാട്ടുകാരായി കൊണ്ടുവരുന്നത് രാഘവ മാഷാണ്. അത് ജയകൃഷ്ണൻ പറയാറുണ്ട്, ഏതാണ്ട് 100ഓളം പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര പേര് ക്ലാസിക്കൽ പാടുന്നതിന് ഡോക്ടർ ബാലമുരളി സാധാരണ ആരും ചെയ്യൂല. അത് MLV കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. MLV, സീർകാഴി ഗോവിന്ദരാജൻ, ബാലമുരളി കൃഷ്ണ അവരൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട്. റിസ്ക് എടുത്തിട്ട് പാടിപ്പിച്ചാണ്. റിസ്ക് എടുത്ത കഥകളൊക്കെ പലർക്കും അറിയാം. ഉദയഭാനുവിനെ കൊണ്ട് പാടിപ്പിച്ചതൊക്കെ അക്കാലത്ത് ഉദയഭാനുവിനെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, വേണ്ട, പുതിയ ആളുകളെ കൊണ്ട് പാടിപ്പിക്കേണ്ട, വേറെ പഴയ ആളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞ പക്ഷെ പറഞ്ഞാൽ ഞാൻ ഈ പടം ചെയ്യുന്നില്ല, ഉദയഭാനു പാടിയാൽ മതി എന്ന് നിർബന്ധം പറഞ്ഞ ആളാണ്, നിർബന്ധം പിടിച്ച ആളാണ്. അങ്ങനെ അതിലൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നീലക്കുയിൽ കഴിഞ്ഞ് രാരിച്ചൻ എന്ന പൗരം കഴിഞ്ഞ് നായർ പിടിച്ച പുലിവാരത്തിൻ്റെ മാസം 3 സിനിമയായിട്ടുള്ളൂ. അപ്പോഴാണ് ഈ നിർബന്ധം പിടിക്കുന്നത്. അതെ അതെ, തൻ്റെ സ്ഥാനം പോലെ ഞാൻ പറഞ്ഞ വാക്കിന് വില വേണം. മ്യൂസിക് ഡയറക്ടറാണ് ഇത് തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് നിങ്ങൾ പ്രൊഡ്യൂസറോ അല്ല, മ്യൂസിക് ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പടത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കിക്കോളൂ എന്ന് പറയാനുള്ള ചങ്കൂറ്റം അന്ന് ഈ 3 പടം ചെയ്ത അപ്പം തന്നെ കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. പത്മിനി പ്രഭാകരൻ, പത്മിനി അവരെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം പേരെ കൊണ്ട് പാടിപ്പിച്ചു. ബാലമുരളീശ്വരൻ പാടിച്ചൊരു പാട്ട് ഏതാ? പൂജക്കെടുക്കാത്ത പൂക്കൾ അല്ലേ? പൂജക്കെടുക്കാത്ത പൂക്കൾ അറിയാവോ? കണ്ണൻ്റെ കവിളിൽ നിൻ സിന്ദൂരതിലകത്തിൻ വർണ്ണരേണുക്കൾ ഞങ്ങൾ കണ്ടല്ലോ രാധേ. ഹരിയുടെ മാറിൽ നിൻ ചികുരഭാരത്തിലുള്ള, ഹരിയുടെ മാറിൽ നിൻ ചികുരഭാരത്തിലുള്ള ചുരുൾ മുടിയിഴഞ്ഞങ്ങ് കണ്ടല്ലോ രാധേ. ചുരുൾ മുടിയിഴഞ്ഞങ്ങ് കണ്ടല്ലോ. അതുപോലെ വേറെ പാട്ട് കൂടിയുണ്ട്. ഈ മുരളി വല്ലാതെ പാടിക്കളയും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വളരെ ശ്രുതിമധുരമായിട്ട് പാടും. ബാലമുരളീശ്വര പാടിയ ഒരു പാട്ട് കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കാം. കാരണം നമ്മൾ വർത്തമാനം മാത്രമായി പോണ്ടാച്ചിട്ട് ഇടയ്ക്കൊരു പാട്ട് വന്നാലേ അവർക്ക് ഒരു മ്യൂസീഷ്യനെ പറ്റിയല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? നമുക്കൊരു ഇന്ററാക്ഷൻ ആവാട്ടോ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവസാനം നമുക്കൊരു സമയം കൊടുക്കാം. അതുപോലെ ഇതിൽ തന്നെ വേറൊരു പാട്ടാണ് എനിക്ക് ഭയങ്കര ആകർഷിച്ചൊരു പാട്ടാണത്. നഭസിൽ മുകിലിൻ്റെ പൊന്മണിവിൽ മനസ്സിൽ മന്മഥൻ്റെ കരിമ്പുവിൽ എന്നിട്ടും കൊന്ന മന്ദാരശരം കൊണ്ട് മുറിവേറ്റു ഞാൻ. നഭസിൽ മുകിലിൻ്റെ പൊന്മണിവിൽ ശ്രുതി കൂടുതല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ടൈപ്പിന് ഇത് ഈയ. അപ്പോൾ ഈ
നിങ്ങളത്ര ഘനമുള്ള ശബ്ദമല്ല എൻ്റെ, അതുകൊണ്ട് കുറച്ചുകൂടി മേലോട്ട് പോകും. പിന്നെ ഇന്നലെ ഞാനും കാവാല ശ്രീകുമാർ, കാവാലത്തിൻ്റെയും ശബ്ദം ഭയങ്കര വെയിറ്റ് ഉള്ളതല്ലേ. കാവാലത്തെ പറ്റി അച്ഛൻ പറയാറുണ്ട് കേട്ടോ, എന്ത് കൊടുത്താലും അയാൾ പാടിയിരിക്കുന്നു പറയും. അച്ഛന് വലിയ മതിപ്പ് അവിടെ അത് ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞു. അതായത് എന്ത് കൊടുത്താലും അയാൾ പാടിയിരിക്കും എന്നാ പറയാ, അങ്ങനെയാ പറയാ. അത് അത്രയും ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ട് നല്ല അടിസ്ഥാനപരമായിട്ട് നല്ല കഴിവുള്ള വ്യക്തി. അച്ഛനെ വലിയ മതിപ്പ് എപ്പോഴും പറയാറുണ്ട്. മുരളി കുറച്ച് നാടൻ ടച്ചസ് ഒക്കെ ആണെങ്കിലും മുരളി അത് പാടിക്കോളും എന്ന് പറയും. അച്ഛൻ്റെ ആ സംഗതികളൊക്കെ പ്രത്യേകിച്ച് കിട്ടും. പിന്നെ മുരളിയോട് സ്നേഹിക്കുന്ന മുരളിയുടെ അച്ഛനുമായിട്ട് വലിയ അടുപ്പമായിരുന്നു കേട്ടോ. മുരളിയുടെ കല്യാണത്തിനൊക്കെ മുരളിയുടെ അച്ഛനേക്കാളും കുറച്ചുകൂടെ ഞാനാണ് എല്ലാം അച്ഛൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഗുരുവിൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞിട്ട് കല്യാണം നടത്തി കൊടുത്തയാളാണ്. എല്ലാ കാര്യത്തിലും ഒപ്പം നിന്നിട്ട് മുരളിയുടെ കല്യാണ ചടങ്ങിൻ്റെ അവസാനം വരെ നിന്നയാളാണ്. അങ്ങനെ അച്ഛനെ എല്ലാ സ്ഥലത്തും പോകാറില്ല, കല്യാണത്തിന് പോകാറില്ല, ക്ഷേത്രങ്ങളിൽ പോകാറില്ല. അങ്ങനെയുള്ള ചടങ്ങുകളിലൊന്നും എനിക്കൊന്നും വിശ്വാസം ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് അച്ഛനൊരു വിശ്വാസമുണ്ട്, പക്ഷേ എല്ലാം മനസ്സിലാണ്. അച്ഛൻ ഏത് മൂർത്തിയാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. എവിടെയെങ്കിലും കച്ചേരിക്കൊക്കെ പോകുന്ന സമയത്ത് അലമാര തുറന്നു വെച്ചിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കുന്നതാണ്. എന്താ അതിനകത്തുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷെ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പലരും ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നുള്ളതാണ് സത്യം. അച്ഛൻ്റെ കൂട്ടുകാർ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതാണ് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ അങ്ങനെ അച്ഛനെ ചിത്രീകരിച്ചു. അച്ഛനൊന്നുമില്ല. അച്ഛൻ്റെ വീട്ടിൽ മുല്ലപ്പള്ളിയും വരാറുണ്ട്, പിന്നെ പിണറായിയും വരാറുണ്ട്, കോടിയേരി വരാറുണ്ട്. സ്ഥിരം സന്ദർശകരാണ് കോടിയേരിയൊക്കെ. സ്ഥിരമായിട്ട് വീട്ടിൽ തലശ്ശേരിയിൽ വീട്ടിൽ വരുന്നവരാണ് ഇതൊക്കെ. അച്ഛൻ എല്ലാവരോടും ഒരേ സമീപനമാണ്, ഒരേ ഇതാണ്. അച്ഛൻ്റെ ചില ചിട്ടകളിൽ ചില ശീലങ്ങളിൽ ഒന്നാണ് അച്ഛൻ സൽക്കരിക്കുക എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങളാണ്. വരുന്ന സമയത്ത് രണ്ട് കൈയും കൂപ്പിയിട്ട് സൽക്കരിക്കുക, സ്വാഗതം ചെയ്യുക, വിളിക്കുക. പോകുന്ന സമയത്ത് എഴുന്നേറ്റ് കൈ കൂപ്പുക. അച്ഛൻ പറയാറുണ്ട് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്, ഇതാരും എനിക്ക് പറഞ്ഞു തന്നിട്ടൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം അങ്ങനെ അത്രമാത്രം ഒരു മകൻ്റെ സ്ഥാനത്ത് അത്രയും മുരളിയെ സ്നേഹമായിരുന്നു. മുരളി എനിക്ക് തോന്നുന്നു ഒരുപാട് മെമ്മോ ഒക്കെ ഓഫീസിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും. കാരണം അച്ഛൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ പോകും. ഈ എടുക്കാതെയും എടുത്തിട്ടും മുങ്ങിയിട്ടൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അച്ഛൻ്റെ പക്ഷേ യാത്രയിൽ അച്ഛനൊരു കോൺഫിഡൻസ് ആയിരുന്നു. മുരളി കൂടെ ഉണ്ടെങ്കിൽ അവസാന കാലങ്ങളിലൊക്കെ ഒരു 90 വയസ്സ് കഴിഞ്ഞപ്പോഴൊക്കെ അച്ഛന് ചെറിയൊരു തലകറക്കം, ഇടയ്ക്കൊന്ന് തലകറങ്ങുന്നത്. അപ്പോൾ അച്ഛനെ കാര്യമായ മുരളി ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളും എന്ന് പറയും. മുരളിയാണ് കൂടെ പോവുക, ബാക്കി എല്ലാ കാര്യങ്ങളും മുരളി നോക്കിക്കോളും. അപ്പോൾ അത്രയും സ്നേഹമായിരുന്നു, അത്രയും വാത്സല്യമാണ്. ശരി, വാത്സല്യം എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സെഷനിലെ സത്യത്തിലെ ONV മകൻ വേണ്ടതായിരുന്നു, പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വരാതായിപ്പോയതാണ്. അപ്പോൾ രാഘവ മാഷും ONVയും ചേർന്ന് ചെയ്തൊരു പാട്ട് നമുക്ക് കനകാംബരനെ കൊണ്ട് പാടിക്കാം. ശ്യാമസുന്ദര കൃഷ്ണനെ സാധാരണ പാടുന്ന ഒന്ന് സി ആക്കി തരണം. സി ആണേ നല്ലത്. ഇതാണ് സി. ഇതാണ് ശ്യാമ ശ്യാമസുന്ദര പുഷ്പമേ, ശ്യാമസുന്ദര പുഷ്പമേ, എൻ്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരിപ്പോ ഞാൻ, ധ്യാനലീനമിരിപ്പോ ഞാൻ, ഗാനമെന്നെ മറക്കുമോ, എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ. ശ്യാമസുന്ദര പുഷ്പമേ, വേറെയേതോ വിപഞ്ചിയിൽ പടർന്നേറുവാനതിനാകുമോ, വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ, വേർപെടുമിണപ്പക്ഷി തൻ ശോകവേണുനാദമായി മാറുമോ. ശ്യാമസുന്ദര പുഷ്പമേ, എൻ്റെ സൂര്യൻ
എരിഞ്ഞടങ്ങി ഈ സന്ധ്യ തൻ സ്വർണ്ണമേടയിൽ എൻ്റെ കുങ്കുമ പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞു പോയി. മേഘമായി മേഘരാഗമായി വരൂ വേഗമീ തീ കെടുത്താൻ ശ്യാമസുന്ദര പുഷ്പമേ. ചില സമയത്ത് പാടുമ്പോൾ ചില ഓർമ്മകളൊക്കെ വരുമ്പോൾ ഞാൻ വികാരാധീനാണ്. ചെറിയ പ്രശ്നമുണ്ട്. ഈ തലയ്ക്ക് മീതെ ശൂന്യാകാശം എന്നുള്ള പാട്ട് എനിക്ക് പാടാനേ പറ്റില്ല. കാരണം അച്ഛൻ്റെ അവസാന നാളുകളിൽ 3 ദിവസമേ അച്ഛൻ വയ്യാതെ കിടന്നിട്ടുള്ളൂ. ആ രസം. തികഞ്ഞ ആരോഗ്യവാനും നല്ല കേൾവിയും നല്ല കാഴ്ചയും നല്ല ശ്രദ്ധയും ഒക്കെ ആളായിരുന്നു. ഒരു ബുധനാഴ്ച പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വെള്ളിയാഴ്ച ശനിയാഴ്ച മുരളിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ശനിയാഴ്ച വെളുപ്പിന് അന്യശ്വാസം വലിച്ചു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം അച്ഛൻ ഈ മൊബൈലിൽ കളിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണല്ലോ, നമ്മൾ ഒരു 3 പേര് കൂടിയ 3 പേരും തലതാഴ്ത്തിയിരിക്കുക, മൊബൈലിൽ കളിക്കുക, വർത്തമാനം പറയാൻ ആരും ഉണ്ടാവില്ല. മൊബൈലിന് മുമ്പിൽ മാത്രമേ തലകുനിക്കുകയുള്ളൂ. അത്രയേ ഉള്ളൂ. അവൻ മൊബൈലിന് മുമ്പിൽ മാത്രമേ തലകുനിക്കൂ. ശരിയാ, സത്യമാണ്. അപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ മൊബൈലിൽ കളിക്കുന്ന ഹോസ്പിറ്റലിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മൊബൈലിൽ കുറേ നേരം ഞാൻ എന്തോ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെടാതെ എന്നോട് ചോദിച്ചു, എന്താ നീ കുറേ നേരം ആയപ്പോൾ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്, എന്താ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ ഒരു കള്ളം പറഞ്ഞു. ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഏത് പാട്ടാണ്? അച്ഛൻ്റെ ഒരു പാട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ പാട്ട് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടിയത് തലയ്ക്ക് മീതെ ശൂന്യാകാശം എന്നുള്ള പാട്ടാണ്. അപ്പോൾ പാട്ട് അച്ഛനെ കേൾപ്പിച്ചു കൊടുത്തു. കേൾപ്പിച്ച സമയത്ത് അച്ഛൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ ലളിത അസ്സായി പാടിയിട്ടുണ്ടല്ലേ, KPC ലളിത. പിന്നെ മറ്റേ ജോർജ് അത്ര പോരല്ലേ, നീ ഒന്നുകൂടെ വയ്ക്കുമോ? സുലോചന അസ്സായി പാടിയിട്ടുണ്ടല്ലേ. അപ്പം ഞാൻ സമ്മതിച്ചു. എനിക്കറിയില്ല, കൃത്യമായിട്ടൊന്നും പറയാൻ അറിയില്ല. അപ്പം ശരി, സമ്മതിച്ചു. ഒരിക്കൽ കൂടെ വയ്ക്കുമെന്ന് പറഞ്ഞു. 2 തവണ അച്ഛനെ പാട്ട് കേട്ടു. ആ കാരണം കൊണ്ട് തന്നെ ആ ഓർമ്മകൾ എന്നെ വല്ലാതെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും. അവർ സ്റ്റേജിലൊക്കെ പാടാൻ പറയുമ്പോൾ പാട്ട് എനിക്ക് ഒഴിക്കാൻ കഴിയും. അങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ട്. മരണം വാതിൽക്കലൊരു മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി നിൽക്കുമ്പോൾ ചിറകടിച്ചൻ കൂട് തകരും നേരം ജീവജലം തരുമോ, ജീവജലം തരുമോ. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചു പോയത്? ആ സമയത്ത് അത് കേൾപ്പിക്കാൻ തോന്നിയതും അച്ഛനെ നല്ലതെന്ന് പറഞ്ഞത് 2 പ്രാവശ്യം കേട്ടത്. അപ്പോൾ എനിക്കത് ഓർമ്മ വരും ചില. അതുപോലെ പാർവണിയന്തുവൻ ദേഹമടക്കി എന്നുള്ള പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഇപ്പോഴും എനിക്ക് ഒഴിക്കാൻ കഴിയില്ല. ആ പാട്ട് എന്തോ അവസാനം എത്തുമ്പോഴേക്ക് എവിടെയെങ്കിലും നിന്ന് പോകും. ഇനി ബാക്കി മുരളി കുറച്ചേറെ പറയട്ടെ. പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ കരിമുകിൽ കണ്ണീരടക്കിയടക്കി ഒരു തിരി വീണ്ടും കൊളുത്തി. പാവമൊരു തിരി വീണ്ടും കൊളുത്തി. പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ അകലെ അകലെയായി സാഗരവീചികൾ അലമുറ വീണ്ടും തുടരുന്നു. കറുത്ത തുണിയാൽ മൂടിയ ദിക്കുകൾ സ്മരണാഞ്ജലി
മറന്നു. മാഷ് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്നോട് പറയും, എന്നോടെല്ലാം മറന്നുപോയി, മുരളി എങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നത്? എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ മിസ്സിങ് വരുന്നുണ്ടെങ്കിലും സാധാരണ ആൾക്കൊരു 1500 പാട്ടെങ്കിലും മലയാളത്തിൽ എനിക്കറിയാം, ബൈഹാർട്ടായിട്ട് അറിയാം. അപ്പോൾ ഇപ്പോൾ ഭാസ്കര മാഷം 100 പാട്ടുകൾ, അതിൽ കുറേ പാട്ടുകൾ മാഷാണ് ഞാൻ പാടിയിട്ടിട്ടുണ്ട്, എല്ലാം എനിക്കറിയാം. അത് ഇപ്പം എത്ര വയസ്സായി ഇപ്പോൾ ഏതാനും പഠനക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് കുറച്ച് മിസ്സിങ് വരുന്നുണ്ട് എന്നല്ലാതെ അപ്പോൾ ഒരു റെഫറൻസോടെ വെക്കണമെന്നേ ഉള്ളൂ. മുരളിയേക്കാൾ ഒരുപാട് പ്രായമുണ്ട് കേട്ടോ എനിക്ക്. 5 വയസ്സ്. അച്ഛനൊരു കാര്യമുണ്ട്, അച്ഛൻ മരിക്കുന്നത് വരെ അച്ഛൻ്റെ വിചാരം അച്ഛൻ വളരെ ചെറുപ്പമാണ്. സത്യം പറയാം, അച്ഛൻ്റെ വിചാരം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് മാഷെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ കൊണ്ടുപോയി. ഈ തലചുറ്റിൻ്റെ പേരിൽ PK വാര്യരെ കാണിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, വാര്യർ സാർ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ മാഷ് സ്ഥിരമായി ഡൈ ഉപയോഗിക്കുന്ന ആളാണ്, മാഷെക്കുറിച്ച് തിക്കോടിയൻ മാഷൊക്കെ പറയുക എന്താ വെച്ചാൽ ഒരു ചട്ടിയിൽ ഡൈ കലക്കിയിട്ട് തല അതിൽ കുത്തിയെടുക്കുകയാണെന്നാണ് പറയുക. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവും ഇങ്ങനെ കറക്റ്റായിട്ടായിരിക്കും. നമ്മളെല്ലാം ചെയ്താൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവില്ല. അത് പാട്ടും അതുപോലെ തന്നെയാണ്, ഫിനിഷിങ് ഭയങ്കരമായിരിക്കും. അപ്പോൾ വാര്യർ സാറ് പറഞ്ഞു ഡൈ ഉപേക്ഷിക്കുകയായിരിക്കും എന്നാൽ നല്ലതെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ് ഡൈ. അപ്പോൾ ഞാനും ഉപയോഗിക്കും, കനകാംബരനും ഉപയോഗിക്കും ഡൈ. അപ്പോൾ ചോദിച്ചപ്പോൾ മാഷ് ഞങ്ങളോട് പറയണം, നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് ഉപേക്ഷിക്കേണ്ട നല്ലതെന്ന്. മൂപ്പര് ഉപേക്ഷിക്കില്ല, തലചുറ്റൽ മൂപ്പരക്കാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ല. പക്ഷേ ഭാര്യർ പറയുമ്പോൾ വരുമ്പോൾ കാർന്ന് പറയാണ്, ഇനി ഡൈ അങ്ങനെ ഉപയോഗിക്കേണ്ട കനകാംബരം. കുട്ടാന്നല്ല വിളിക്കുക, കുട്ടപ്പനെ വിളിക്കുക. കുട്ടപ്പ എന്നോട് പറയാം, മുരളി ഉപയോഗിക്കാറുണ്ടോ? നീ ആ ഒരു കഥ ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബ കാര്യങ്ങളാണ്. എന്നാലും എൻ്റെ ഏട്ടൻ മുരളി കഥ അറിയില്ല കേട്ടോ, ആരും പറയണ്ട പോയിട്ട്. അച്ഛൻ അന്നൊരു 92 വയസ്സൊക്കെ ഉള്ള സമയമാണ്. ഏട്ടൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് അസുഖമായിട്ട് കുറേ തലശ്ശേരി ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട്ട് കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ അച്ഛനെന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നീ അവിടെ നിന്ന് പോയി നോക്കണം, ലക്ഷ്മിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട്, ലക്ഷ്മിയാണെന്നാണ് തോന്നുന്ന പേര്, എനിക്ക് ഓർക്കുന്നില്ല, ഒന്ന് പോയി നോക്കിയിട്ട് വിവരം പറയണം. എന്നെ കുട്ടപ്പൻ എന്നാണ് വീട്ടിൽ വിളിക്കുക. അച്ഛൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നെ വീട്ടിൽ ഇഷ്ടത്തോടെ വിളിക്കുന്നത് കുട്ടപ്പൻ. 5 മക്കളിൽ ഏറ്റവും പ്രിയങ്കരൻ ഞാനുമാണ് അച്ഛന്, എപ്പോഴും ഞാനായിരുന്നു. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് വിവരം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്വേഷിച്ചിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞു, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത പ്രാവശ്യം നീ നാട്ടിൽ വരുമ്പോൾ ഒന്നുകൂടെ നോക്കി വന്നിട്ട് എന്നോട് വിവരം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നാട്ടിൽ തലശ്ശേരി വന്നപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെ അതേപോലെ കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. കുട്ടപ്പ, വളരെ ബേസായിട്ടാണ് വിളിക്കുക, ബേസിലാണ് വിളിക്കുക. കുട്ടപ്പ, നീ കേട്ടോ, എനിക്ക് തോന്നുന്നില്ല ആ തള്ള രക്ഷപ്പെടുന്നു. അവർക്കന്ന് 67 വയസ്സായിട്ടേ ഉള്ളൂ ആ സ്ത്രീക്ക്. അച്ഛന് 82-85 വയസ്സായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല തള്ള രക്ഷപ്പെടും എന്നുള്ള. ഒന്നാമത് തള്ളയ്ക്ക് ഒരുപാട് പ്രായമുണ്ട്. ഇതെനിക്ക് ഏട്ടനോട് പറയാൻ പറ്റുമോ? അവർ അതേ പറഞ്ഞതുപോലെ തന്നെ മരിച്ചുപോയി. ഒരാഴ്ച കൊണ്ട് ആള് ക്ലോസ് ആയിപ്പോയി. ഇതുവരെ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ല. നമ്മളിത് ഈ രഹസ്യം പരസ്യമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഏട്ടൻ ഇതുവരെ കേട്ട്, അവർ മരിച്ച് കുറേ കാലമായി ഇപ്പോൾ. അത് അച്ഛൻ്റെ വിചാരം, അച്ഛൻ്റെ മനസ്സ് അങ്ങനെയാണ്, ചെറുപ്പമായിരുന്നു. അതെന്നോടെ ബാല്യകാല സഖിയിലെ പാട്ട് 97-98 വയസ്സ് കാലത്താണ് അച്ഛൻ ബാല്യകാല സഖിയിലെ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. നമുക്ക് ആർക്കെങ്കിലും പറ്റും? ഒരു ഹാർമോണിയം എടുത്തിട്ട്, റെക്കോർഡാണത്, ഒരു ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ 98 വയസ്സുകാരന് വിരൽ ഓടിക്കുക, എന്നിട്ട് ആ നൊട്ടേഷൻ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? പേന എടുത്ത് എഴുതി വെക്കാന്ന് പറ്റില്ല, ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അത്രയും വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മരണത്തിന് പിടികൊടുക്കില്ല, ഞാൻ ആരോഗ്യവാനാണ് എന്നുള്ളൊരു വിശ്വാസം അച്ഛനുണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ബാല്യകാല സഖി, അതിനെപ്പറ്റി മുരളിക്ക് ഒരുപാട് പറയാനുണ്ട്. ബാല്യകാല സഖിയുടെ ഒരു കഥ തന്നെയുണ്ട്. ബാല്യകാല സഖി മാസം കൊണ്ട് ചെയ്യിക്കുന്നതിൽ വലിയൊരു പങ്ക് ഞാനാണ് വഹിച്ചത്. കാരണം പ്രമോദ് പയ്യന്നൂർ എന്നോടാണ് ആവശ്യപ്പെടുന്നത്. അതിനകത്ത് ഇന്നലെ പറഞ്ഞില്ലേ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്ക് റെങ്കുണ്ടോളെ എന്ന് പറഞ്ഞ പാട്ട്
ബഷീർ ബാല്യകാല സഖിയിൽ ആ പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നേരത്തെയുള്ളൊരു ഫോക്കാണ്. അത് മജീദും സുഹറയും തമ്മിലുള്ള പുനഃസമാഗമ സമയത്ത് ദൂരെ എവിടുന്നോ കേൾക്കേണ്ടതായിട്ടാണ് ആ പാട്ട്. അപ്പോൾ ഈ 2 വരി 4 വരിയുണ്ട് ആ പാട്ടാകെ. ആ പാട്ട് ചെയ്യിക്കണം എന്നാണ് പ്രമോദ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രമോദിനോട് ഞാൻ പറഞ്ഞു, ഒരിക്കലും ഈ 4 വരി 2 വരി ഒന്നും മാഷ് ചെയ്യില്ല, ഒരു ഫുൾ സോങ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, KT മുഹമ്മദ് ബാക്കി എഴുതി പൂർത്തിയാക്കിയ ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മാഷെടുത്ത് ചെന്നപ്പോൾ മാഷ് ആദ്യം വലിയ വൈമനസ്സം കാണിച്ചു. കാരണം നമ്മൾ പറ്റൂല, ഞാനെല്ലാം ഒഴിവാക്കിയതാണ്, പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടി ഞാൻ പറഞ്ഞ് കുപ്പിയിലാക്കി. അതൊക്കെ കഥകളാണ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരൊരു അഡ്വാൻസൊക്കെ കൊടുത്തു മാഷക്ക്. അഡ്വാൻസൊക്കെ തിരിച്ചു കൊടുക്കാം നമുക്ക്, ഞാൻ ചെക്ക് ബാങ്കിൽ കൊടുത്തിട്ടില്ല, നമുക്ക് തിരിച്ചു കൊടുക്കാം, നമുക്ക് ആ പണി വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മാഷക്കാരൻ, നമ്മൾ ഈ ചെറുപ്പക്കാരൊക്കെ ഒരുപാട് പുതിയ പുതിയ സംഗതികളിലൊക്കെ വന്നു കഴിഞ്ഞു, ഞാൻ ഈ വൃദ്ധൻ ഇനി പോയിട്ട് അവരോട് മത്സരിക്കാൻ നിൽക്കണോ? അത് നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. അവരെ അംഗീകരിക്കുന്നതിന് പകരം ഞാൻ അവരുടെ ഇടയിലേക്ക് പോകേണ്ട കാര്യമുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് പോകുന്നതുകൊണ്ടെന്താ കുഴപ്പം? ONV കുറിപ്പ് എഴുതുന്നില്ലേ, പിന്നെ അടൂർ ഗോപാലകൃഷ്ണ സിനിമ എടുക്കുന്നില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ എന്നെല്ലാം പറഞ്ഞു. എന്നിട്ടൊന്നും അംഗീകരിച്ചില്ല. അവസാനം ഞാൻ പറയും, മാഷ് പാട്ട് നന്നായിട്ടുണ്ട്, ഇപ്പോൾ ഇത് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് അവസാനം അങ്ങനെയാണ് ആ പാട്ട് വന്നത്. ആ പാട്ടൊന്ന് അറിയാമോ? അത് കുറച്ചുകൂടി വോളിയം വെച്ചതിനത്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ, പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. 98-ാമത്തെ വയസ്സിലും ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം യൗവനമുണ്ട് എന്നതുകൊണ്ടാണ്. മാത്രമല്ല, സംഗീതം, ശുദ്ധ സംഗീതത്തെ അത്രമേൽ സ്നേഹിച്ചൊരു വ്യക്തി അച്ഛൻ. വെറുതെ പറയുന്നില്ല. അച്ഛനോടൊക്കെ പലരും ഒരു വിവാദത്തിന് വേണ്ടി തിരികൊളുത്താൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കും, പക്ഷേ ഇപ്പോഴത്തെ പാട്ട് എങ്ങനെയുണ്ട്, ഇക്കാലത്തെ പാട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എങ്ങും തൊടാതെ പറയും. കാരണം ചെറുപ്പക്കാരെ വേദനിപ്പിക്കണ്ട, എന്തിനാണ് വേദനിപ്പിക്കുന്നത്? ഈ കാലത്തിൻ്റെ തന്നെ അവർ ചെയ്യട്ടെ, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, അവർ ചെയ്യട്ടെ, പുതിയ ആളുകളൊക്കെ ചെയ്യട്ടെ, അവരൊക്കെ പുതിയ ആളുകളൊക്കെ വരട്ടെ എന്ന് പറയും. പക്ഷേ എനിക്ക് തുറന്നു പറയാനാണ് ഇഷ്ടം. ഇപ്പോഴത്തെ സംഗീതം എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചില്ല. ശരിക്ക് സംഗീതമുണ്ടോ? സംഗീതം എല്ലാം കൂടി ഈ മരുഭൂമി പോലെ ആയിട്ട് വെള്ളം വറ്റിയിട്ട് ആകെ ഒന്നുമില്ലാത്ത അവസ്ഥയാക്കി കളഞ്ഞില്ലേ. എന്താ ഉള്ളത്? കുറേ ഏക്കം വലിക്കും. നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഏക്കം വലിക്കുക, ശ്വാസം മുട്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പാട്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല. പാട്ട് ഇങ്ങനെ ഇത്രമാത്രം നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ഞാൻ ദുഃഖിക്കാറുണ്ട്. ഇടയ്ക്കൊരു പാട്ട് വരുമ്പോൾ, പഴയ പാട്ടിൻ്റെ സ്റ്റൈലിൽ വരുമ്പോഴൊക്കെ നമ്മൾ എത്ര ആസ്വദിക്കുന്നു. ഇപ്പോഴും ചില പാട്ടുകളൊക്കെ വരുമ്പോൾ അത്രമാത്രം അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞു. ചെയ്യട്ടെ അല്ലേ? ഒരു കാലത്ത് പാട്ടിനെ നവീകരിച്ച പുതിയൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ആളാണ് നീലക്കുയിലെ കൂടെ. മാഷെപ്പറ്റി പറഞ്ഞാൽ നമുക്ക് ഈ 3/4 മണിക്കൂർ കൊണ്ടൊന്നും ശരിയാവില്ല. കാരണം ഒരുപാട് ദീർഘമായ നമ്മുടെ സിനിമയുടെയും നമ്മുടെ സംഗീതത്തിൻ്റെയും നമ്മുടെ ലളിത സംഗീതത്തിൻ്റെയും നമ്മുടെ പ്രക്ഷേപണ കലയുടെയും ഒക്കെ ചരിത്രം തന്നെയാണത്. അത് രാഘവൻ മാഷുടെ ചരിത്രമല്ല, അത് നാടിൻ്റെ ചരിത്രം കൂടിയാണ്. അത് മാപ്പിളപ്പാട്ടിൻ്റെ ഈ സംഗീത സംവിധായകരൊക്കെയും അച്ഛനൊക്കെ ചെയ്തത് ഒരു മാതൃക കാണിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനൊക്കെ സിനിമയിൽ വരുമ്പോൾ ഒരു മാതൃക, ഇങ്ങനെ വേണം മ്യൂസിക് കമ്പോസ് ചെയ്യാൻ, ഇങ്ങനെ നൊട്ടേഷൻ എഴുതണം, ഇങ്ങനെ ബാർ ഇടണം, ഇങ്ങനെയാണ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിക്കാൻ ഒരു പുസ്തകമില്ലായിരുന്നു. ശൂന്യതയിൽ നിന്നുണ്ടാക്കിയതാണ് അതൊക്കെ, വെറും ശൂന്യതയിൽ നിന്നാണ്. ഒരു തലശ്ശേരിയിലെ തലായിക്കാരൻ മദ്രാസിലും ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നടന്ന് ജോലി സമ്പാദിച്ച് പിന്നെ സംഗീതകാരനായി, സംഗീതജ്ഞനായി, സംഗീത സംവിധായകനാകുമ്പോൾ, പേന എടുക്കുമ്പോൾ ഒന്നും അറിയാത്തൊരവസ്ഥയിൽ നിന്ന് സംഗീതം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമാണ്. ആരും പറഞ്ഞു കൊടുക്കും. ഇന്നിപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നൊട്ടേഷൻ എഴുതുന്നത് കാണാം. കോഴിക്കോട്ടുള്ള പല പാട്ടുകാരും നൊട്ടേഷൻ എഴുതാൻ പഠിച്ചത് ആകാശവാണി സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡിങ്ങിന് വന്നിട്ട് അവിടെ നിന്ന് ബാറിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ ദക്ഷിണാമൂർത്തി സ്വാമി അതെ, ആ സമയത്തുണ്ടായി ദേവരാജ മാഷ് അതെ, 3 ത്രിമൂർത്തികൾ എന്ന് പറയാവുന്നത് അവരാ.
അവരൊക്കെ ചെയ്തത് ആരും പറഞ്ഞു കൊടുക്കാതെ എവിടെ നിന്നോ ഒരു കിട്ടിയ ഒരു സിദ്ധി കൊണ്ടായിരിക്കാം അവരൊക്കെ അങ്ങനെ ചെയ്തത്. ആരും തമ്മിൽ വളരെ സ്നേഹമായിരുന്നു കേട്ടോ. ദേവരാജൻ മാഷും അച്ഛനും തമ്മിൽ വളരെ അടുപ്പമായിരുന്നു. ഒരു ശത്രുതയല്ല, വളരെ സ്നേഹമായിരുന്നു. അതൊക്കെ ഒരുപാട് പറയാനുള്ള എൻ്റെ അനുഭവത്തിലുള്ള ഒരുപക്ഷെ കനകാംബരന് പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ എനിക്കറിയാം. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ അത്രയും ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കേട്ടതുകൊണ്ട്, മാഷ് പറഞ്ഞു തന്നല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് കേട്ട കഥകളും ധാരാളം, കഥയല്ല സത്യം. അതൊക്കെ പറയാൻ നമുക്ക് ഒരു 1, 2, 3 മണിക്കൂർ മതിയാവില്ല. ഇപ്പം നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കനകാംബരം പറഞ്ഞു, എനിക്ക് ഒരുപാട് അച്ഛൻ്റെ ചില കോമ്പോസിഷൻസിനെ പറ്റി, എൻ്റെ ഒരു സ്റ്റൈലിനെ പറ്റി മുരളിക്ക് ചിലപ്പോൾ പറയാൻ കഴിയും. ഏതെങ്കിലും ഒരു പാട്ടിനെ പറ്റിയിട്ടോ ഒക്കെ പറയാൻ പറ്റും. നമുക്ക് 5-10 മിനിറ്റ്. അതായത് ഞാൻ പറയാൻ പറഞ്ഞതാണ്, ഞാൻ മാഷുമായിട്ട് നേരത്തെ ആകാശവാണിയിലെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും സിനിമയിലേക്ക് ഓത്തുപള്ളി എന്നുള്ള പാട്ടും കാലത്ത് ജയിക്കുക എന്ന് പറഞ്ഞ 2 പാട്ടുമാണ് എനിക്ക് അന്ന് പാടേണ്ടിയിരുന്നത്. അപ്പോൾ ഓത്തുപള്ളി എന്നുള്ള പാട്ട് പാടുമ്പോൾ, ഇപ്പോൾ ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. കോന്തലക്കൽ നീയനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മൊല്ലക്ക. പാഠപുസ്തകത്തിൽ മയിൽ പീലി വെച്ച് കൊണ്ട് പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞ് പണ്ട്, ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്നു. ഇപ്പോഴാ കഥകളെ നീ അപ്പടി മറന്നു. ഈ പാട്ട് എനിക്ക് ഞാൻ പാടുമ്പോൾ ഇപ്പം നിങ്ങൾ ഓത്തുപള്ളി എന്നുള്ള പാട്ട് യൂട്യൂബിൽ പോയാൽ ഒരുപാട് ആളുകൾ പാടിയത് കേൾക്കാം. വരെ പാടിയിട്ടുണ്ട്. ഇതുവരെ ഈ പാട്ട് മുരളി പാടിയ പാട്ട് മുരളിക്ക്, ഈ പാട്ട് മുരളിക്ക് മാത്രമുള്ള പാട്ടാണ്. ഒരാളും പാടിയ, ഈ ഭൂമിയിൽ വേറെ ആൾ പാടിയ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. പാടാൻ പറ്റൂല. ഞാൻ പാടിയ മുരളി പാടുന്ന പോലെ ആവില്ല. അപ്പം ഇതെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ വിചാരിക്കും. എത്ര കുറച്ച് ഭംഗിയാക്കി പാടിയാലും ഇതുപോലെ ആവില്ല. അല്ല, അതിൽ പാട്ടുകാർ മനസ്സിലാക്കേണ്ട ചില ടെക്നിക്സ് ഇല്ല. അപ്പോൾ മാഷ് അത് പറഞ്ഞു തരാണ്. അത് സമയത്തിൻ്റെ അവിടുന്ന് കൈ കാണിക്കുന്നുണ്ട്. പിന്നെ അതായത് പോയിരുന്ന കാലം, നമ്മളെ സമയം നോക്കുന്ന ആളാണത്. ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും പാടി പോവാ നീലമേഘം എന്നാ. പക്ഷെ മാസം അന്ന് എന്നോട് പറയണം, അങ്ങനെയല്ല പാടേണ്ടത്, അവിടെ ഒരു നീട്ടൽ വേണമെന്ന് പറഞ്ഞു. അത് ഈ യൂട്യൂബിൽ നിങ്ങൾ ഏത് പാട്ടെടുത്ത് നോക്കുക, അതിലൊന്നും അത് വന്നിട്ടില്ല. എൻ്റെ പാട്ടിൽ മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം അത് മാഷ് എനിക്ക് പറഞ്ഞു, മറ്റുള്ളവരൊന്നും അത് ശ്രദ്ധിച്ചില്ല. നീല ഈ സാധനം എങ്ങനെയാണ് വികാരം ഉണ്ടാക്കുന്നതെന്നാണ് ഭാഷ. അതുപോലെ താമരപ്പൂങ്കാവനത്തിൽ നിന്നുള്ള പാട്ട് യേശുദാസ് പാടിയതാണെങ്കിൽ അതിൻ്റെ ട്രാക്ക് പാടിയത് ഞാനാണ്. അപ്പം മാഷോട് താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്നല്ലേ പാട്ട്. അപ്പം നമ്മളറിയാതെ പാട്ടുകാർ താമരപ്പൂ എന്നൊരു കുനുപ്പ് വന്നു പൂ എന്ന് വരും. ഇപ്പം നമ്മളത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് ഇംപ്രവൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ കേട്ടവർക്ക്. പക്ഷേ രാഘവ മാഷക്ക് അങ്ങനെ പാടാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലോ ഇതിങ്ങനെ പറഞ്ഞിരുന്നത്. മാഷ് പറയും അവിടെ ആ പൂവിൻ്റെ അടുത്ത് അത് പാടില്ല എന്ന് പറയും. പ്ലെയിനായിട്ട് പറയും താമരപ്പൂങ്കാവൻ പൂ പറ്റൂല. അപ്പം ഇത് ചില പാഠങ്ങളാണ്. നമ്മൾ സംഗീതത്തിലെ ത്യാഗരാജസ്വാമികളും ദീക്ഷിതരും ശ്യാമാശാസ്ത്രികളുടെയൊക്കെ പാഠങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ ലളിത സംഗീതത്തിലെ ചില പാഠങ്ങളാണ് ഇതൊക്കെ. ഏതായാലും നമുക്ക് ഇത് അവസാനിപ്പിക്കാം അല്ലേ? പറഞ്ഞാൽ പറഞ്ഞ പോലെ അല്ലെങ്കിലും ഒരാൾ ചെയ്തു വെച്ചത് മറ്റൊരാൾക്ക് ഇംപ്രവൈസ് ചെയ്യേണ്ട എന്ത് അധികാരമുള്ളത്? ഒരു അധികാരമില്ല. അവർ ആ സിറ്റുവേഷൻ അനുസരിച്ച് പാട്ട് ചെയ്താൽ നിങ്ങൾ എന്തിനാ പോയിട്ട് വേറെ ഇംപ്രവൈസ് ചെയ്ത് നിങ്ങളുടെ കഴിവ് കാണിക്കുന്നത്? നിങ്ങൾ ട്യൂൺ ചെയ്യ്, സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കി നിങ്ങൾ പാട്. അതിനൊരു കഥ പറയാം, അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പം മൂസ നോക്കുന്നുണ്ട് കഥ പറയൂ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പോകുമെന്ന്.
അത് എന്താ വെച്ചാൽ ഒരു പാട്ടുണ്ടായിരുന്നു, 8 മിനിറ്റ്. എന്തായാലും പാട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഇഷ്ടമാണ്. വക്കീലെ ഇതുവരെ കാണാത്ത പുതിയ സ്ത്രീത്വത്തിനൊരു പാട്ടുണ്ടായിരുന്നു, തിരുപ്പങ്കോട് മുരളി എഴുതി. ഇതിഹാസ ഭംഗി നിനക്കാരു നൽകി ആ മഹാപ്രതിഭയുടെ ശില്പിതന്ത്രത്തിൽ അത്ഭുത സ്തബ്ധമായി നിൽപ്പു മലയാളം. സി.വി. രാമപിള്ള പറ്റിയാണ്. അപ്പം അതിൽ കേട്ടു നീതി കൊടിയേറി ശ്രീവഞ്ചി ഭൂവിൽ കെടാവിള കൂടി കെടുത്തോരു നാളിൽ അതു വീണ്ടുമായിരത്തിരിയിട്ടൊരു കാനിവിടെ ഈ മലയാള മണ്ണിൽ നീ വന്നു. ഈ പാട്ട് ഞാനാണ് ലീഡ് ചെയ്യുന്നത്. സുഭദ്രേ സൂര്യപുത്രി എന്ന് പറയുന്ന ഈ തിരുവനന്തപുരം സംഘചേതനയുടെ നാടകത്തിലാണ്. കോറസ് ഉണ്ട്. ഇന്നത്തെ പല പ്രശസ്തന്മാരായിട്ടുള്ള പല പാട്ടുകാരാണ് അന്നത്തെ കോറസായിട്ട് എറണാകുളത്ത് പാടുന്നത്. അപ്പം ഇവരെന്ത് പാടി? അതു വീണ്ടുമായിരത്തിരിയിട്ടൊരു കാനിവിടെ ഈ മലയാള എന്ന് പാടി. ഞാൻ പാടുന്ന ഇവിടെ ഈ മലയാള. മാഷ് കഥ വേണ്ടത്, മാഷത്താ എനിക്ക് പഠിപ്പിച്ചു തന്നത്. മറ്റൊരു ഇവിടെ ഈ മലയാള. അപ്പം മാഷ് ടോക്ക് ബാക്ക് അമർത്തിയിട്ട് പറഞ്ഞു, അങ്ങനെ പാടാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, എനിക്കിങ്ങനെ മതി, അങ്ങനെ പാടാനും എനിക്കറിയാം എന്ന് പറഞ്ഞു. നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ചെറിയ കാര്യം പറയട്ടെ. നമ്മുടെ രാഘവ മാഷ മകനായിട്ട് മുരളിയോടൊപ്പം ഇവിടെ ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാഷ മകൻ ആണെന്ന് അഭിമാനമുണ്ട്. എന്നെ കനകാംബരൻ എന്നുള്ള നിലയ്ക്ക് അല്ലാണ്ട് RK എന്നുള്ള പേരിലാണ് റേഡിയോ ശ്രോതാക്കളൊക്കെ അറിയുന്നത്. എന്നെ RK എന്നും RK മാമനും എന്ന് ഒക്കെ വിളിച്ച് റേഡിയോയിലൂടെ പരിചയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ അറിയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. RK മാമനായിട്ട് അറിയപ്പെടാൻ സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം. വടകരയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടും അഭിമാനിക്കാറുണ്ട്. എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴും അവനൊരു RK എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നുണ്ടെന്നല്ല. അപ്പം ഞാൻ അതിൽ സന്തോഷിക്കുന്നതാണ്. എന്തായാലും വളരെ സന്തോഷം. ഇങ്ങനെ ഒരു കടത്തനാട് ഫെസ്റ്റിവലിൽ ഇങ്ങനെ ഒരു ഒരു എല്ലാ കലകളുടെയും സംഗമം, ഒരു പ്രതിഫലനം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഉണ്ടാക്കിയതിൽ ഇതിൻ്റെ സംഘാടകരോട് വിളിച്ചതിലുള്ള നന്ദി. ഈ ഒരു സെഷന് എന്താ സമ്മാനം? ഈ ഒരു സെഷന് ശരി, കൽപ്പറ്റ മാഷ് ശിഷ്യനും മകനും എന്നാണ് പേരിട്ടത്. അതും നന്നായി. ഓക്കെ. ശിഷ്യനും മകനും എന്ന സെഷനിലൂടെ നമ്മോട് അതിമനോഹരമായി സംവദിച്ച കനകാംബരൻ സാറിനും VT മുരളി സാറിനും സംഘാടന സമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.